എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ആരും ജനിക്കുമ്പോൾ തന്നെ വലിയവരായിട്ടല്ല ജനിക്കുന്നത്. ഓരോരോ സാഹചര്യങ്ങളിലൂടെ പോയാണ് ഓരോ വ്യക്തികളും ഇന്നിരിക്കുന്ന പൊസിഷനിലേക്ക് എത്തിയത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടതും കണ്ടതും ഒക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് പറഞ്ഞിട്ടുള്ള അറിവുകൾ മീഡിയാസുകൾ വഴിയിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരിക്കും വളരെയധികം താഴേക്കിടയിലുള്ള സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തീവണ്ടിയിലൊക്കെ ചായ കച്ചവടവും മറ്റുമൊക്കെ ചെയ്ത് അങ്ങനെ പോയി ദേ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നിട്ട് അദ്ദേഹം ദേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുകയാണ്. അപ്പോൾ ഇത് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഏറ്റവും നല്ല ഉദാഹരണം പറയാൻ പറ്റിയത് അത് തന്നെയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞത്. അപ്പോൾ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വേടൻ്റെ കാര്യമാണ് പറയാനായിട്ട് വന്നത്. വേടൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലത്ത് വേടൻ വരാനായിട്ട് താമസിച്ചു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്കറിയാം, ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവ സമയത്ത് ഉത്സവ പരിപാടി നടക്കുന്നതിന് താമസം നേരിടുമ്പോൾ ആ ഗ്യാപ്പിൽ കുട്ടികളൊക്കെ കയറി പാട്ട് പാടും, ഡാൻസ് കളിക്കുന്നവരങ്ങനെ ചെയ്യും. അതായത് സ്റ്റേജിന് മുന്നിൽ ഇരിക്കുന്ന ആളുകൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റിക്കാർ അവർക്കത് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നതെങ്കിലും ആ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടിക്കായാലും മുതിർന്ന ആളിനായാലും അത് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. കാരണം അവർക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ കിട്ടുന്നത് ജനങ്ങളുടെ മുന്നിൽ. അപ്പോൾ അതിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ആര് കാണിച്ചാലും അത് വലിയൊരു തെറ്റാണ് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് വേടൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് വേടൻ വരാനായിട്ട് താമസിക്കുന്ന സമയത്ത് അവിടെ പകരം ഒരു ചെക്കൻ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ പാടുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ, തരക്കേടില്ലാത്ത രീതിയിൽ, ആർക്കും വലിയ തെറ്റൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ അവൻ നന്നായിട്ട് ഒരു റാപ്പ് സംഗീതം തന്നെയാണെന്ന് തോന്നുന്നു കേട്ടിട്ട് അദ്ദേഹം അത് പാടുകയാണ്. അപ്പോൾ അവിടെ നിന്ന ജനങ്ങൾ വല്ലാത്ത രീതിയായിരുന്നു ആ ഒരു പയ്യനോട് കാണിച്ചത്. കാരണം അദ്ദേഹത്തെ പച്ചത്തെറി വിളിക്കുകയും കൂകി വിളിക്കുകയും സ്റ്റേജിൽ നിന്നും പോടാ, നിനക്ക് വേണ്ടിയിട്ടല്ല നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്, ഇറങ്ങിപ്പോടാ തൈരേ എന്നൊക്കെയുള്ള രീതിയിലുള്ള വിളികളൊക്കെയാണ് നമ്മളവിടെ കേട്ടത്. എന്തായാലും അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ശരിക്കും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, വേടൻ്റെ പാട്ടെന്ന് പറയുന്നത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു താല്പര്യമില്ലാത്തൊരു പാട്ടുകളാണ് വേടൻ്റേത്. അത് പാടുന്നത് വേടൻ ആയതുകൊണ്ടല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേടനല്ല, ഹിരൺദാസ് മുരളിയാണ്. അപ്പോൾ ഹിരൺദാസിൻ്റെ പാട്ടുകളെ എനിക്ക് ഇഷ്ടമല്ലാത്തത് മറ്റൊന്നും കൊണ്ടല്ല. എനിക്ക് റാപ്പ് സംഗീതത്തോട് ഒട്ടും താല്പര്യമുള്ള ആളല്ല ഞാൻ. അതുകൊണ്ടാണ് അത് ആ ഒരു റാപ്പ് സംഗീതം ഇപ്പോൾ വേടനെന്നല്ല വേറെ ആര് പാടിയാലും എനിക്കത് താല്പര്യമില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ ആ ഒരു പാട്ട് പാടി, പക്ഷേ ഒന്നുമില്ലെങ്കിലും അത് സ്റ്റേജ് ഒഴിഞ്ഞു കിടക്കുന്ന സ്റ്റേജിൽ വന്ന് ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളവർ കേൾക്കും, കാണും. ഇഷ്ടമില്ലാത്തവർക്ക് മിണ്ടാതിരുന്നൂടെ, അല്ലെങ്കിൽ മാറിപ്പോകാം. ഇത് ഒന്നും ചെയ്യാണ്ട് ആ ഒരു ചെക്കനെ പച്ചയ്ക്ക് തെറി വിളിക്കുകയാണ്. പക്ഷേ ആ ഒരു പയ്യൻ നിർത്താനായിട്ട് ഭാവിക്കുന്നില്ല. പയ്യൻ വീണ്ടും ചെയ്യുകയാണ്. പക്ഷെ ഒരു രക്ഷയില്ല. ജനങ്ങൾ വളരെയധികം മോശമായിട്ട് അവനെ പച്ച തെറി വിളിച്ച് അവരുടെ തനിക്കുണം വീട്ടുകാർ വളർത്തിയെടുത്ത അവരുടെ സ്വഭാവം അവർ വെളിയിൽ കാണിക്കുകയാണ്. വീട്ടുകാരെ പറയാൻ പറ്റൂ ഈ ഒരു കാര്യത്തിന്. നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മളെ വീട്ടുകാരെ ആയിരിക്കും പറയുന്നത്, വളർത്തു ദോഷം എന്നല്ലേ പറയുന്നത്. പക്ഷെ ശരിക്കും എത്ര നന്നായിട്ട് വളർത്തിയെടുത്താലും ചില ആളുകൾ വളർന്നു വരുമ്പോൾ ഇതൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത് മാതാപിതാക്കളെ തന്നെയാണ്. വീട്ടിൽ നിന്നും കിട്ടാത്ത ആ ഒരു ശിക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ തല്ലിൻ്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ശരിക്കും വേടൻ്റെ ഫാൻസോളികൾ കാണിക്കുന്ന ഈ വിധ വൃത്തികേടുകൾക്ക് ആ ഒരു പയ്യനുണ്ടായ മാനക്കേട്, വേദന എത്രത്തോളമായിരിക്കും?
ഒരാള്, അതായത് ഇവര് പ്രതീക്ഷിച്ചിരിക്കുന്ന വേടനെ തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല എന്ന് കരുതി വേടന്റെ അഭാവത്തിൽ അവിടെ ഒരാൾ ഡാൻസ് ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്താണ് കുഴപ്പം? ഒരു പക്ഷേ വേടനേക്കാളും നന്നായിട്ട് ആ പയ്യൻ പാടിക്കഴിഞ്ഞാൽ വേടന്റെ പേര് ഇടിഞ്ഞു താഴ്ന്നു പോവുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ ഫാൻസോളികളൊക്കെ ഇതുപോലെ കിടന്ന് ഒച്ച വെച്ച് ആ പയ്യനെ തെറി വിളിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും വളരെ മോശമായിപ്പോയി, വളരെ വളരെ മോശമായിപ്പോയി. ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ വേടൻ്റെ അനുയായികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ തിരുത്തിയില്ലെങ്കിൽ വേടൻ്റെ കൂടെ വില പോവും എന്നാണ് പറയാനുള്ളത്. എന്നാൽ ഇവിടെ പലരും വന്ന് ചോദിക്കും, വേടൻ എന്ത് വില? ഒരു റേപ്പ് കേസിൽ ഒന്നല്ല പലരും കൊടുത്ത പരാതികളിൽ ഇപ്പോൾ അദ്ദേഹം പുറത്താണെങ്കിൽ പോലും ആ ഒരു കേസ് നിലവിലുണ്ട്. പിന്നെ അതുപോലെ കഞ്ചാവിൻ്റെ പ്രശ്നമായാലും അങ്ങനെ പല പല കാര്യങ്ങൾ മുന്നിലുള്ളപ്പോൾ അദ്ദേഹത്തിന് എന്ത് വില എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. ആ ചോദിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്താനോ അവരോട് ഏറ്റുമുട്ടാനോ ഒന്നും ഞാൻ തയ്യാറല്ല. കാരണം ആ ചോദിക്കുന്ന ചോദ്യത്തിന് പിന്നിൽ ചില സത്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെതിരെ വിമർശിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വകതിരിവില്ലാത്ത ആളുകൾ കാണിച്ച വൃത്തികേട് വളരെ മോശമായി പോയി എന്നേ എനിക്ക് വീണ്ടും പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് തരണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരണം. അതുപോലെ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് തരണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.